ഹലോ, അപ്പോൾ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് ഈ ഒരു നെക്ക് ഡിസൈനാണ്. ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലെയിൻ നൈറ്റി ക്ലോത്താണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നെക്ക് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഈ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ ഈ നൈറ്റിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഭാഗത്തേക്കും ഓരോ ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യണ ഒരു ഡിസൈനാണ്. കുറച്ച് ലീഫും പിന്നെ കുറച്ച് സ്റ്റെമ്മും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ. ആ ഒരു ഡിസൈൻ തന്നെയാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്ലവേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനല്ല, നിങ്ങളുടെ ഐഡിയയിൽ വരുന്ന ഏതൊരു ഡിസൈനും വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയില്ല വെച്ചാൽ നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിന്ന് ഡിസൈൻസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്ന ഡിസൈൻ. ഇത് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ്. ഞാനിവിടെ ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന പെന്ന് എന്ന് പറയുന്നത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ്. അതായത് നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കി വെച്ചാൽ നമ്മൾ ഈ വരച്ച മാർക്കിങ്ങും എല്ലാം പോവും. ഇതിപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഒന്ന് അയൺ ചെയ്തെടുത്താൽ തന്നെ ഈ മാർക്കിങ്ങൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ യൂസ് ചെയ്യണ ബ്രഷ് എന്ന് പറയണത് 00 ബ്രഷാണ്. ഇനി ആദ്യം തന്നെ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് വരച്ചതിൻ്റെ ഉള്ളിലുള്ള പെറ്റലുകൾക്ക് ഓറഞ്ച് കളർ വെച്ചിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇത് വേറെ ഒന്നും ചെയ്യണില്ല. നമ്മൾ പെയിൻറ് ചെയ്യണായിട്ട് മുന്നേ ആ ക്ലോത്തിൻ്റെ അടിയിലൊരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും വെക്കണത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പെയിൻറ് താഴ്ഭാഗത്ത് എന്താണോ അവിടെ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളൊരു കട്ടിയുള്ള കാർഡ്ബോർഡോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രഷ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നല്ല കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് വെള്ളം ഫുള്ളായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പെയിൻറ്റിൽ ഡയറക്റ്റ് മുക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് നമ്മൾ പെയിൻറ് ചെയ്യണതൊക്കെ പരന്നു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് വലിയ ഫ്ലവറൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്യണത്. ക്രോം യെല്ലോ എന്ന് പറയുന്ന കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. അത് വെച്ചിട്ട് നമ്മൾ ഇതിനുള്ളിൽ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ പെയിൻറ് ഈ ബോട്ടിൽ നിന്ന് നേരിട്ടല്ലാതെ പാലറ്റിൽ ഒഴിച്ചിട്ടും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വലിയ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ ബോട്ടിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പെയിൻറ് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു പാലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം ഇനി അടുത്ത ചെറിയ ഫ്ലവറിനെ ഞാൻ വൈറ്റാണ് യൂസ് ചെയ്യണത്. വൈറ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലവർ വരച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ക്രിംസൺ റെഡാണ് യൂസ് ചെയ്യണത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ഓറഞ്ച് ഫ്ലവറിൻ്റെ ഉൾഭാഗത്ത് യെല്ലോ കളറും യെല്ലോ ഫ്ലവറിൻ്റെ നടുഭാഗത്ത് റെഡ് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ലീഫ് ചെയ്യണത് നമ്മൾ ലീഫ് ഗ്രീൻ എന്ന് പറയുന്ന കളർ തന്നെയാണ് യൂസ് ചെയ്യണത്. ആദ്യം നമ്മൾ ആ സ്റ്റെമ്മൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ലീഫുകൾക്ക് കളർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഞാനിതിൽ ഷെയ്ഡിങ്ങോ ഒന്നും ചെയ്യണില്ല. ഒറ്റ കളർ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കണ ഒരു ഡിസൈനാണ്. പക്ഷെ നമ്മളിപ്പോൾ പ്ലെയിൻ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇടണേക്കാട്ടിയും എത്രയോ ലുക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു നൈറ്റി ഇടുമ്പോൾ. ഇതിപ്പോൾ ഈ ഒരു നൈറ്റി ക്ലോത്തിന് വെറും 150 രൂപയ്ക്ക് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഡിസൈൻ ചെയ്തതിന് ശേഷം അത് തയ്ച്ചിടുമ്പോൾ എന്തായാലും ഒരു 400-500 രൂപയുടെ ലുക്കൊക്കെ അതിനുണ്ടാവും. അപ്പോൾ
നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഫാബ്രിക് പെയിൻറ്റിന് ഒരു ബോട്ടിലിന് 15 ml ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു ബോട്ടിലിന് വരുന്നത് 25 രൂപയൊക്കെയാണ്. നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് നൈറ്റിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ചുരിദാറിലോ പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് ഏത് ചുരിദാറിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മൾ അടിച്ച കളറ് ഡള്ളായ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഡാർക്ക് കളറുകളാവുമ്പോൾ അതിൽ ആദ്യം ഒരു കോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ഒരു ലീഫും കൂടെ കൊടുക്കണമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഇനി നമ്മളിപ്പോൾ ഈ ഒരു വരച്ച മാർക്കിങ്ങുകളൊക്കെ നമ്മൾ അയൺ ബോക്സ് ചൂടാക്കി വയ്ക്കുമ്പോൾ അതെ പോണ് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഈ മാർക്കിങ്ങുകളൊക്കെ മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പെയിൻറ് ചെയ്തത് ഒരു 24 hours വെച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അയൺ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് കരുതണു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.